ആരോഗ്യമന്ത്രിക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം തുടരുന്നു. മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ നിന്നും UDF പിന്നോട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരിനെതിരെ വിമർശനവുമായി യൂഹാനോൻ മാർ മിലിത്തിയോസ് മെത്രാപ്പോലിത്ത. നന്ദിക്കര സെന്ററിൽ പിക്കപ്പ് വാനിടിച്ച് +2 വിദ്യാർത്ഥിനി മരിച്ചു. അപകടം ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ ഡ്രൈവർ പോലീസ് കസ്റ്റഡിയിൽ. 1 വർഷം മുൻപ് മോഷണം നടന്ന സ്വർണ്ണക്കടയിൽ വീണ്ടും മോഷണ ശ്രമം. സംഭവം കയ്പമംഗലം 3 പീടികയിൽ. ശ്രദ്ധയിൽപ്പെട്ടത് ഉടമ കട തുറക്കാനെത്തിയപ്പോൾ. ഒല്ലൂക്കര വില്ലേജ് ഓഫീസിൽ മോഷണം. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഈ മാസം 9-ന് സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്ക് നടത്തും. പണിമുടക്കിന്റെ ഭാഗമായി ജില്ലയിൽ വിളംബര ജാഥ നടത്തും. അടുത്ത സ്കൂൾ കലോത്സവം തൃശൂരിൽ. കായികമേള തിരുവനന്തപുരത്ത്. സ്കൂൾ സമയമാറ്റം പിൻവലിക്കുന്നത് പരിഗണനയിലില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. വാർത്തകളിലേക്ക് വിശദമായി. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ നിന്നും UDF പിന്നോട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചാലക്കുടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലും വകുപ്പ് മന്ത്രി പ്രതിക്കൂട്ടിലുമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ മരണത്തിന് മന്ത്രിയാണ് ഉത്തരവാദിയെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. കേരളത്തിലാകെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു. ഇതൊന്നും സർക്കാർ പുറത്തുവിടുന്നില്ല. എന്നാൽ PR വർക്കിലൂടെ കേരളം ലോകത്തിന് മാതൃകയാണെന്ന് പ്രചരിപ്പിക്കുകയാണെന്നും VD സതീശൻ പറഞ്ഞു. എല്ലാവരുടെയും ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ്. ആരോഗ്യമന്ത്രി ഇതിനെല്ലാം വില കുറഞ്ഞ രീതിയിൽ ന്യായീകരിക്കുകയാണ്. സർക്കാരിനെതിരെ വിമർശനവുമായി യൂഹാനോൻ മാർ മിലിത്തിയോസ് മെത്രാപ്പോലിത്ത. മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രയ്ക്കെതിരെയാണ് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യൂഹാനോൻ മാർ മിലിത്തിയോസ് മെത്രാപ്പോലിത്തയുടെ വിമർശനം. വല്ല മതിലും ഇടിഞ്ഞു വീണാൽ കേരള സംസ്ഥാനം അനാഥമാകില്ല. അതുകൊണ്ടാണ് ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് പോകുന്നതെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലെ പരിഹാസം. നേരത്തെ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടും സർക്കാരിനെ വിമർശിച്ച് യൂഹാനോൻ മാർ മിലിത്തിയോസ് ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നു. തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറപ്പൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KG പോൾസൺ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ജെയിംസ് മാളിയമ്മാവ്, K കുഞ്ഞുണ്ണി, ജോൺ ചെറിയാൻ, ലൈജു സി എടക്കളത്തൂർ, ജെയിംസ് ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് സ്ത്രീ മരണപ്പെട്ട സംഭവത്തിൽ മന്ത്രി വീണ ജോർജിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് AICC അംഗം അനിൽ അക്കര ആവശ്യപ്പെട്ടു. പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ PK രാജൻ, സിജു പാവർട്ടി, കോൺഗ്രസ് നേതാക്കളായ AT സ്റ്റീഫൻ, അപ്പു ആളൂർ, BV ജോയ്, പ്രസാദ് വാഗ, NA നൌഷാദ്, ആൻഡോ ലിജോ തുടങ്ങിയവർ സംസാരിച്ചു. ഇതൊരു സ്വാഭാവികമായ മരണമല്ല, ഇത് മനഃപൂർവമായ നരഹത്യയാണ്. ക്രിമിനൽ കോൺസ്പിറസി ഇരിക്കുന്ന സാഹചര്യത്തിൽ ശ്രീമതി വീണ ജോർജ് നന്ദിക്കര സെന്ററിൽ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ പിക്കപ്പ് വാനിടിച്ച് +2 വിദ്യാർത്ഥിനി മരിച്ചു. ഇന്ന് രാവിലെ 7:30യോടെയായിരുന്നു അപകടം. പുതുക്കാട് വടക്കേത്തുറവ് ചിരുകണ്ടത്ത് മോഹനന്റെ മകൾ 17 വയസ്സുള്ള വൈഷ്ണയാണ് മരിച്ചത്. ബസ്സിറങ്ങി സഹപാഠിയോടൊപ്പം ട്യൂഷൻ സെന്ററിലേക്ക് പോകാൻ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കോട്ടയം ഭാഗത്തേക്ക് കള്ള് കൊണ്ടുപോയിരുന്ന പിക്കപ്പ് ഇടിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പിക്കപ്പിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ തെറിച്ചുവീണ വൈഷ്ണയെ നാട്ടുകാർ ചേർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ. നന്ദിക്കര ഗവൺമെന്റ് സ്കൂളിലെ +2 കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥിനിയാണ്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പിക്കപ്പ് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. TCV ന്യൂസ്, പുതുക്കാട്. നേരത്തെ 2 തവണ മോഷണം നടന്ന സ്വർണ്ണക്കടയിൽ വീണ്ടും മോഷണ ശ്രമം. കയ്പമംഗലം 3 പീടികയിലാണ് സംഭവം. 3 പീടികയിൽ ഐഡിയ ജ്വല്ലറിയിൽ ചുമർ കുത്തിത്തുരന്ന് മോഷണശ്രമം നടത്തിയ സംഭവത്തിൽ കയ്പമംഗലം പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. കയ്പമംഗലം SI T അഭിലാഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത്. ജ്വല്ലറിയിലെ CCTV പരിശോധിച്ചതിൽ നിന്നും പുലർച്ചെ 2:30ക്കും 3:30ക്കും ഇടയിലുള്ള സമയത്താണ് മോഷണശ്രമമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 3:15 ചുമർ തുരന്ന് ഒരാൾ മുഖം മറച്ച് ജ്വല്ലറിയിലേക്ക് കടന്നുവരുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മോഷ്ടാവ് അകത്ത് കടന്ന ഉടൻ തന്നെ CCTV സിസ്റ്റം സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് കടന്നുവരുവാനുള്ള വലുപ്പത്തിലാണ് പിൻഭാഗത്തെ ചുമർ തുരന്നിട്ടുള്ളത്. 2024 ഇതേ ജ്വല്ലറിയിൽ സമാന രീതിയിൽ മോഷണം നടന്നിട്ടുണ്ട്. അതേ സ്ഥലത്തെ ചുമർ തന്നെയാണ് കുത്തിത്തുരന്നത്.
മൂന്നാം തവണയാണ് ഈ ജ്വല്ലറിയിൽ മോഷ്ടാക്കൾ കടക്കുന്നത്. 2007 ആദ്യ മോഷണം നടന്നത്. അന്ന് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. 2024 നടന്ന മോഷണത്തിൽ 200 ഗ്രാം വെള്ളിയാഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. ഈ കേസുകളിലൊന്നും മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. TCV ന്യൂസ്, കയ്പമംഗലം. ഒല്ലൂക്കര വില്ലേജ് ഓഫീസിൽ മോഷണം. ഓഫീസിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. മേശയിൽ സൂക്ഷിച്ചിരുന്ന 750 രൂപ മോഷണം പോയി. വില്ലേജ് ഓഫീസറുടെ പരാതിയിൽ മണ്ണുത്തി പോലീസ് കേസെടുത്തു. 1.5 മാസം മുൻപ് തൃശൂർ നഗരത്തിലെ വില്ലേജ് ഓഫീസിൽ മോഷണ ശ്രമം നടന്നിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഈ മാസം 9 സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്ക് നടത്തും. പാർലമെന്റ് ഏകപക്ഷീയമായി പാസാക്കിയ ലേബർ കോഡുകൾ പിൻവലിക്കുക, തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുക തുടങ്ങിയ 17 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. പണിമുടക്കിന്റെ ഭാഗമായി ജില്ലയിൽ 7-8 തീയതികളിലായി പഞ്ചായത്ത് തലത്തിൽ വിളംബര ജാഥകളും പന്തം കൊളുത്തി പ്രകടനവും നടത്തും. പണിമുടക്ക് ദിവസം വിവിധ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് പ്രതിഷേധ റാലി നടത്തും. സംയുക്ത ട്രേഡ് യൂണിയൻ സെക്രട്ടറി UP ജോസഫ്, കൺവീനർ KG ശിവാനന്ദൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അടുത്ത സ്കൂൾ കലോത്സവം തൃശൂരിൽ നടക്കും. വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. കായികമേള തിരുവനന്തപുരത്ത് നടക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം സ്കൂൾ സമയമാറ്റം പിൻവലിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. സമയമാറ്റം നടപ്പാക്കിയത് കോടതി നിർദ്ദേശപ്രകാരമാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ചൊവ്വാഴ്ച സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി യഥാസമയം പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ MS പ്രേംകുമാർ, വൈസ് ചെയർമാൻ KB സുരേഷ്, കൺവീനർ VS പ്രദീപ്, ബിബിൻ ആലപ്പാട്ട്, KK സേതുമാധവൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബസ്സിൽ കുഴഞ്ഞു വീണ സ്ത്രീക്ക് രക്ഷകരായി ബസ് ജീവനക്കാർ. തൃശൂർ ചാവക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ജോണീസ് ബസ്സിലാണ് പെരുവെല്ലൂർ സ്വദേശിനി കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ ബസ് പാവറട്ടി സാൻജോസ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ഡ്രൈവർ ബാഹുലേനും കണ്ടക്ടർ റിബിനുമാണ് രക്ഷാപ്രവർത്തനത്തിന് മുൻകൈയെടുത്തത്. ഇതിനു മുൻപും ഇതേ ബസ്സിൽ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോഴും അമല ആശുപത്രിയിൽ എത്തിച്ച് ബസ് ജീവനക്കാർ ചികിത്സ ഉറപ്പാക്കിയിരുന്നു. ഇന്ന് ലീഡർ K കരുണാകരന്റെ ജന്മവാർഷിക ദിനം. ജനനേതാവിന്റെ സ്മരണകൾക്ക് മുന്നിൽ നാടൊന്നാകെ സ്മരണാഞ്ജലി അർപ്പിക്കുകയാണ്. ചിത്രകാരനായിരുന്നു K കരുണാകരൻ. എന്നാൽ ജനമനസ്സിന്റെ എഞ്ചിനീയറിംഗ് വശമുള്ള ഒരു മാജിക്കുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. സുദീർഘമായ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം എത്രയോ അത്ഭുതങ്ങൾ കാട്ടിയിരിക്കുന്നു. ശൂന്യമായ ക്യാൻവാസിൽ ചിലതൊക്കെ കോറിയിടുമ്പോൾ തെളിയുന്നത് എതിരാളികൾ പോലും അമ്പരക്കുന്ന ചിത്രമിഴിവ്. ചിലരുടെ തലവര തന്നെ മാറ്റിമറിക്കും ആ രാഷ്ട്രീയ വരകൾ. അപ്പോഴും കണ്ണിറുക്കിയുള്ള ചിരിയിലൂടെ വീണ്ടും വിസ്മയിപ്പിക്കും K കരുണാകരൻ. കണ്ണൂർ ചിറക്കൽ തെക്കേടത്ത് രാമുണ്ണി മാരാരുടെയും കണ്ണോത്ത് കല്യാണി മാരസ്യാരുടെയും മകനായി 1918 ജൂലൈ 5 ജനനം. കണ്ണിൽ വെള്ളം നിറയുന്ന രോഗം മൂലം 8ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു. പിന്നീട് 10ാം ക്ലാസ് വരെ പഠിച്ചെങ്കിലും പരീക്ഷ എഴുതാനായില്ല. അതിനുശേഷമാണ് ചിത്രകല അഭ്യസിക്കാനായി തൃശൂരിലേക്ക് പോയത്. K കരുണാകരൻ എന്ന രാഷ്ട്രീയ നേതാവ് ഉരുവം കൊണ്ട രൂപവും ഭാവവും നേടിയ തട്ടകമായി തൃശൂർ മാറി. 6 പതിറ്റാണ്ടിലേറെക്കാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ലീഡർ 1977 മുതൽ വിവിധ കാലങ്ങളിലായി 4 തവണ മുഖ്യമന്ത്രിയും 1 തവണ കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രിയുമായി. 1965 മാളയിൽ നിന്നാണ് ആദ്യമായി നിയമസഭയിലെത്തിയത്. അതിനു മുൻപ് 1948 ഒല്ലൂക്കരയിൽ നിന്ന് പ്രജാമണ്ഡലത്തിലേക്കും 1954 മണലൂരിൽ നിന്ന് തിരുക്കൊച്ചി നിയമസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1996 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ VV രാഘവനോട് തോറ്റതാണ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ പ്രധാന തോൽവി. ആധുനിക കേരളത്തിന് തന്റെ ഭരണ മികവ് കൊണ്ട് മുദ്ര ചാർത്തിയ നേതാവായിരുന്നു K കരുണാകരൻ. ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയത്തിന്റെ ആചാര്യനായും ലീഡർ മാറി. വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള പാർട്ടികളെ ഒരുമിച്ച് ചേർത്ത് ഒരു മുന്നണി ഉണ്ടാക്കി കാറ്റും കോളും നിറഞ്ഞ രാഷ്ട്രീയ കാലാവസ്ഥയിലും ഭരണയാനം തുഴഞ്ഞ് മറുകരയെത്തിക്കുന്ന ലീഡറുടെ മികവ് ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മികച്ച ഒരു പാഠപുസ്തകമാണ്. കാലം ഇനിയും കലണ്ടർ താളുകളെ ചവറ്റുകുട്ടയിലെറിയും. ഋതുഭേദങ്ങളൊക്കെ പതിവ് തെറ്റിച്ചേക്കാം. പക്ഷേ ലീഡറെന്നും ജനമനസ്സുകളിൽ കണ്ണിറുക്കി ചിരിച്ചുകൊണ്ടേയിരിക്കും. TCV ന്യൂസ്, തൃശൂർ. ലീഡർ K കരുണാകരൻ തുടങ്ങിവെച്ച മഹത്തായ സംരംഭങ്ങളുടെ പേരിലാണ് കേരളം മുന്നോട്ടു പോകുന്നതെന്ന് മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ. കാലം എത്ര പിന്നിട്ടാലും ലീഡറുടെ പ്രസക്തി കേരള രാഷ്ട്രീയത്തിൽ കൂടി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. പൂങ്കുന്നത്ത് ലീഡർ അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു തേറമ്പിൽ രാമകൃഷ്ണൻ.
ലീഡർ കെ കരുണാകരന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരളി മന്ദിരത്തിലെ ലീഡറുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണവും സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ എന്നിവർ നേതൃത്വം നൽകി. സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, രാജൻ പല്ലൻ, CN ഗോവിന്ദൻകുട്ടി, ജോസഫ് ചാലിശ്ശേരി, KB ശശികുമാർ, KK ബാബു, അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ, KV ദാസൻ, അഡ്വക്കേറ്റ് സിജോ കടവിൽ, KH ഉസ്മാൻ ഖാൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് DCC ഭാരവാഹികളും ബ്ലോക്ക്, മണ്ഡലം, വാർഡ് കമ്മിറ്റി ഭാരവാഹികളും പുഷ്പാർച്ചന നടത്തി. അനുസ്മരണ സമ്മേളനം UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചിരുന്നു. മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് T ആസഫ് അലി ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി സജീവൻ കുരിയച്ചിറ അധ്യക്ഷത വഹിച്ചു. MP സുരേന്ദ്രൻ, A സേതുമാധവൻ തുടങ്ങിയവരും പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ലീഡർ കെ കരുണാകരന്റെ 107ാം ജന്മദിനത്തോടനുബന്ധിച്ച് കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാ സംഘം ഓഫീസിൽ ലീഡറുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. A ബഷീർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KC സെബാസ്റ്റ്യൻ, PV ലോനപ്പൻ, ആൽബിൻ പാണയങ്ങാടൻ, AB സഞ്ജയ് തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് ടൗൺ ഹാളിലെ പ്രതിമയിൽ തൃശൂർ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. നേതാക്കളായ ജോൺ ഡാനിയൽ, KH ഉസ്മാൻ ഖാൻ, KP രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് ആശിഷ് മുത്തേടത്ത്, റെജി ജോയ് തുടങ്ങിയവർ സംബന്ധിച്ചു. കോൺഗ്രസ് മുല്ലശ്ശേരി മണ്ഡലം കമ്മിറ്റി കെ കരുണാകരൻ ജന്മദിനാചരണം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MB സെയ്ദു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PB ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. NA ഹസൻ, KR വിശ്വനാഥൻ, സജീവൻ പാലക്കൽ, അജിത് എലവത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സദസ്സും പുഷ്പാർച്ചനയും DCC സെക്രട്ടറി സിജു പാവർട്ടി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ AT സ്റ്റീഫൻ, OJ ഷാജൻ, ജോയി ആന്റണി, ജെയ്സൺ ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. ലീഡർ കെ കരുണാകരന്റെ 107ാം ജന്മദിനം INTUC വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി TA ഷാഹിദ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KH സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി TH മുഹമ്മദ് ഷഫീഖ്, INTUC നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ഇസ്മായിൽ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ AS ഹംസ, TV സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. MA ജോൺ സ്മാരക സമിതി ഏർപ്പെടുത്തിയ പ്രഥമ MA ജോൺ സ്മാരക പുരസ്കാരത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അർഹനായി. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 17-ന് തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. ഡോക്ടർ PV കൃഷ്ണൻ നായർ, MS ശിവരാമകൃഷ്ണൻ, KV ദാസൻ, PT അഷ്റഫ്, ജോസി ജേക്കബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുഹമ്മദ് ഫൈസി ഓണംപിള്ളി രചിച്ച ജെൻഡർ യുക്തി ശാസ്ത്രം എന്ന ലേഖന സമാഹാരത്തിന്റെ പ്രകാശനം ചൊവ്വാഴ്ച നടക്കും. സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ MP അബ്ദുസമദ് സമദാനി MP പുസ്തക പ്രകാശനം നിർവഹിക്കും. മുഹമ്മദ് ഫൈസി ഓണംപിള്ളി, CA ഷംസുദ്ദീൻ, മുഹമ്മദ് അബൂബക്കർ, മുഹമ്മദ് ഷാമിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു. പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ P വാഹിദിനെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, DPO ഡോക്ടർ NJ ബിനോയ്, പ്രധാനാധ്യാപകൻ KK താജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം പണി പൂർത്തീകരിച്ചത്. തെരുവ് വിളക്കുകൾ തെളിയാത്തതിനെതിരെ കൊടുങ്ങല്ലൂരിൽ BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭയുടെ മുന്നിൽ നിന്നും വടക്കേ നടയിലേക്ക് ചൂട്ട് കത്തിച്ച് പ്രതിഷേധ നടത്തം സംഘടിപ്പിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ അധ്യക്ഷത വഹിച്ചു. TJ ജമി, ON ജയദേവൻ, രശ്മി ബാബു, ശാലിനി വെങ്കടേഷ് എന്നിവർ നേതൃത്വം നൽകി.
ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കൗൺസിലർമാരുടെ ഉദ്ഘാടനത്തെക്കുറിച്ച് വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കാഥികൻ വി സാംബശിവൻ അനുസ്മരണം സംഘടിപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ ജോയ് കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. TJ ബേബി അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, വായനശാല പ്രസിഡന്റ് EH സഹീർ, ഷാജു കാവുങ്ങൽ, റെനി വർഗീസ്, AU ശിഹാബുദ്ദീൻ, ജോയ് കാവുങ്ങൽ എന്നിവർ സംസാരിച്ചു. അനന്യ ജയൻ കഥാപ്രസംഗം അവതരിപ്പിച്ചു. ആ ഹെലിക്രാഫ്റ്റ് അവിടെ ഇറങ്ങിയ മാത്രമേ വിശപ്പിന്റെ കൂടുകൾ അവിടേക്ക് ഓടിയെടുത്തു. ലോകം മുഴുവൻ ഓടിക്കൂടി ശേഷി നശിച്ച മനുഷ്യർ, ലോകം മുഴുവൻ ഓടിക്കൂടി ശേഷി നശിച്ച മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ചിലയിടങ്ങളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. എന്നാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. നാട്ടുഭാഷയുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകൾക്ക് 30 വയസ്സ്. ലളിതവും സരസവുമായ ഭാഷയിലൂടെ എന്നും നമ്മെ വിസ്മയിപ്പിക്കുന്ന എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. തലമുറകൾ വ്യത്യാസമില്ലാതെ ഏവർക്കും സുപരിചിതനായ എഴുത്തുകാരൻ. ബഷീറിനെ ഇത്രമേൽ സ്വീകാര്യനാക്കിയത് അദ്ദേഹത്തിന്റെ ഭാഷാശൈലി തന്നെയാണ്. സ്വന്തം അനുഭവങ്ങളെ തന്നെയാണ് അദ്ദേഹം സാഹിത്യമായി വെളിപ്പെടുത്തിയത്. തന്റെ മുന്നിലൂടെ കടന്നുപോകുന്ന എന്തിനേയും ബഷീർ നിരീക്ഷിക്കും. ഉറുമ്പോ, പൂച്ചയോ, എലിയോ, അങ്ങനെ എന്തു തന്നെയായാലും അതിനെ മനസ്സിൽ സൂക്ഷിച്ച് പിന്നീട് എഴുതുന്ന കഥകളിൽ അവയെ കഥാപാത്രങ്ങളാക്കി മാറ്റും. പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, ബാല്യകാലസഖി, മതിലുകൾ, നീലവെളിച്ചം, ആനപ്പൂട തുടങ്ങിയ കഥകളും നോവലുകളുമെല്ലാം വായനക്കാരിൽ ബഷീറിനെ ഇന്നും കാത്തുസൂക്ഷിക്കുന്ന ഒന്നാണ്. ജീവിതത്തിൽ താൻ കണ്ടും കേട്ടും പരിചയിച്ച സത്യങ്ങളുടെ ആവിഷ്കാരമാണ് അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം. ഭാഷയുടെ ലാളിത്യവും സാധാരണക്കാരായ കഥാപാത്രങ്ങളും ബഷീർ കൃതികളെ കാലത്തിനപ്പുറത്തേക്ക് നയിക്കുന്നു. ന്യൂസ് ഡെസ്ക് TCV. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അന്തിക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസർ N രാജേഷ് ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സ്മിത കുമാർ, അധ്യാപികമാരായ KR സ്മിത, റോഷ്നി എന്നിവർ സംസാരിച്ചു. കൊടകര സഹൃദയ കോളേജിൽ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP PR ബിജോയ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് മേധാവി ഡോക്ടർ പോൾ ചാക്കോ എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം നടത്തിയ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി സെറാഫിക് ഗേൾസ് ഹൈസ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ നെഹ്റു സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ടെസിൻ, സ്കൂൾ വികസന സമിതി ചെയർമാൻ MB സജീവ്, PTA പ്രസിഡന്റ് TB ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. മാള റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനവും ഇന്ന് നടക്കും. റോട്ടറി ക്ലബ്ബ് ഹാളിൽ വൈകിട്ട് 7:30 നടക്കുന്ന യോഗം റോട്ടറി നിയുക്ത ഗവർണർ ജോഷി ചാക്കോ ഉദ്ഘാടനം ചെയ്യുമെന്ന് മാള ക്ലബ്ബ് പ്രസിഡന്റ് പോൾ പാറയിൽ, സെക്രട്ടറി അലോഷ്യസ് സ്റ്റീഫൻ, പോളി കണ്ണങ്ങത്ത്, തോമസ് കൈതാരൻ എന്നിവർ അറിയിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കബഡി ടീമിലെ 35 വിദ്യാർത്ഥികൾക്ക് ജേഴ്സികൾ വിതരണം ചെയ്തു. ബാങ്ക് മാനേജർ ഗിരീഷ് കുമാർ വിതരണം നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ വെങ്കിട്ടമൂർത്തി, ഹെഡ്മിസ്ട്രസ് മേഴ്സി മാത്യു എന്നിവരും പങ്കെടുത്തു. ജൂലൈ 9 പൊതുപണിമുടക്ക് വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് ജീവനക്കാരുടെ സംഘടനയായ ബെഫി തൃശൂരിൽ വിശദീകരണ യോഗം നടത്തി. SBI മെയിൻ ബ്രാഞ്ചിന് മുന്നിൽ നടത്തിയ വിശദീകരണ യോഗം CITU തൃശൂർ ജില്ലാ സെക്രട്ടറി T സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ വൈസ് പ്രസിഡന്റ് ടെൻസൻ P ജോയി അധ്യക്ഷത വഹിച്ചു. ജെറിൻ K ജോൺ, VK ജയരാജൻ, M പ്രഭാകരൻ തുടങ്ങിയവരും സംസാരിച്ചു. ഇന്ന് ബാങ്കിംഗ് ജീവനക്കാർ കാലത്തിറങ്ങുന്ന സമയത്തിനൊരു കൃത്യതയില്ല. നമ്മൾ തൊഴിലാളി വർഗം
എങ്കക്കാട് ശ്രീ വീരാണിമംഗലം ക്ഷേത്രത്തിൽ പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർക്ക് സ്വീകരണവും വെച്ചു നമസ്കാരവും നടന്നു. ക്ഷേത്രത്തിൽ സ്വാമിയാരുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജ നടന്നു. ചടങ്ങിൽ ക്ഷേത്ര ക്ഷേമസമിതി പ്രസിഡന്റ് ടി ഹൈമവതി, സെക്രട്ടറി NR മോഹനൻ, സന്തോഷ് പൂക്കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി മഹാത്മാ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന് വീൽചെയർ, എയർബെഡ്, വാക്കിംഗ് സ്റ്റിക്ക്, ടോയ്ലറ്റ് ചെയർ എന്നിവ നൽകി. തെക്കുംകര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിലാണ് ഇവ നൽകിയത്. മഹാത്മാ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ കെ അജിത് കുമാർ അനീഷിൽ നിന്നും സാധനങ്ങൾ ഏറ്റുവാങ്ങി. ട്രസ്റ്റ് ഭാരവാഹികളായ PJ രാജു, ബിജു ഇസ്മായിൽ, ശശി മംഗലം, ബാബുരാജ് കണ്ടേരി, KH സിദ്ദിഖ്, അനു സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. പാവർട്ടി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡോക്ടർ A. അയ്യപ്പൻ സ്മൃതി സംഗമം നടത്തി. പ്രശസ്ത നരവംശ ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ A. അയ്യപ്പൻ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാഫി നീലങ്കാവിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ PF ജോസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അയ്യപ്പനെക്കുറിച്ചുള്ള ലേഖനം പ്രസിദ്ധീകരിച്ച കേരള സർക്കാരിന്റെ വിജ്ഞാനകോശം വിദ്യാലയത്തിന് കൈമാറി. മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി PB താജുദ്ദീൻ, TK ഇബ്രാഹിം ഹാജി അനുസ്മരണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH അബ്ദുൾ റഷീദ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മുൻ MP TN പ്രതാപൻ PB താജുദ്ദീനെയും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ഇബ്രാഹിം ഹാജിയെയും അനുസ്മരിച്ചു. മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് SA സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. PS മുജീബ് റഹ്മാൻ, CA ജലീൽ, PK മുഹമ്മദ്, SK ഹാഷിം, TK ഉബൈദു, KK സഗീർ, PA സെയ്ദു ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയപ്പെട്ട ഇബ്രാഹിം ഹാജിയെയും PB താജുദ്ദീനെയും ഓർക്കുന്നതിനാണ് കുന്നംകുളം മിനി ടൗൺ ഹാളിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് അധ്യക്ഷത വഹിച്ചു. ബീന രവി, KK മുരളി, രഞ്ജൻ മാത്യു തുടങ്ങിയവരും സംസാരിച്ചു. മിന്നൽ വേഗത്തിൽ ലോകവും കാലവും മാറുകയാണെന്നും ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് വിദ്യാർത്ഥികളും അതിനോട് പൊരുത്തപ്പെടണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സനീഷ് കുമാർ ജോസഫ് MLA സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് ദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾ അതാത് വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. എല്ലാ മേഖലയും അവർക്ക് പ്രാപ്യമാകണം. രാഷ്ട്രീയത്തെക്കുറിച്ചും തിരിച്ചറിവുണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിൽ നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, തൃശൂർ റേഞ്ച് DIG H ഹരിശങ്കർ, വാർഡ് കൗൺസിലർ ബിന്ദു ശശികുമാർ, കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഐറീൻ തുടങ്ങിയവർ സംസാരിച്ചു. പക്ഷേ ഇന്ന് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ലോകത്തിൻ്റെ നെറുകയിലെത്തും എന്ന് പ്രതീക്ഷിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജനസംഖ്യയുടെ ഒരു 60-65% യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ ടു ദി സ്റ്റേറ്റ്, ടു ദ കൺട്രി, ശേഷിയാണ് ഈ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ആരോഗ്യമന്ത്രിക്കെതിരെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം തുടരുന്നു. മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ നിന്നും UDF പിന്നോട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരിനെതിരെ വിമർശനവുമായി യൂഹാനോൻ മാർ മിലിത്യോസ് മെത്രാപ്പോലിത്ത. നന്ദിക്കര സെന്ററിൽ പിക്കപ്പ് വാനിടിച്ച് +2 വിദ്യാർത്ഥിനി മരിച്ചു. അപകടം ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ ഡ്രൈവർ പോലീസ് കസ്റ്റഡിയിൽ. 1 വർഷം മുൻപ് മോഷണം നടന്ന സ്വർണ്ണക്കടയിൽ വീണ്ടും മോഷണ ശ്രമം. സംഭവം കയ്പമംഗലം 3 പീടികയിൽ. ശ്രദ്ധയിൽപ്പെട്ടത് ഉടമ കട തുറക്കാനെത്തിയപ്പോൾ. ഉല്ലൂക്കര വില്ലേജ് ഓഫീസിൽ മോഷണം. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഈ മാസം 9-ന് സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്ക് നടത്തും. പണിമുടക്കിന്റെ ഭാഗമായി ജില്ലയിൽ വിളംബര ജാഥ നടത്തും. അടുത്ത സ്കൂൾ കലോത്സവം തൃശൂരിൽ, കായികമേള തിരുവനന്തപുരത്ത്. സ്കൂൾ സമയമാറ്റം പിൻവലിക്കുന്നത് പരിഗണനയിലില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.